മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ഉൾപ്പെടെ പ്രധാനമായിട്ടും 5 പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഡിസംബർ 15 വരാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് വരുന്ന ഏറ്റവും മികച്ച അവസരം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ. നമ്മുടെ സ്കെയിൽ ഓഫ് പേ നോക്കി 55,200 തൊട്ട് 1,15,300 വരെയാണ്. ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഇപ്പൊ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മുടെ ഏജ് ലിമിറ്റ് നോക്കുക 20 തൊട്ട് 40 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിലോ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ അടുത്തത് വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ 55,200 തൊട്ട് 1,15,300 വരെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം, 18 തൊട്ട് 36 വയസ്സ് വരെ ഉള്ളൂ. ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത. ദെൻ അടുത്ത പ്രധാനമായിട്ടും വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഓവർസിയർ ഗ്രേഡ് 3 മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മുടെ പോസ്റ്റിന്റെ പേര് ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 ഓർ ട്രേസർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ നോക്കിയാൽ 26,500 തൊട്ട് 60,700 വരെയാണ്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നോക്കി 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. SSLC ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ITA ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഓർ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഈക്വലന്റ്. പിന്നെന്ത് വേണം? NDC വേണം. എന്തിലാണ്? മെക്കാനിക് ഓർ ഇറ്റ്സ് ഈക്വലന്റ്. അതിനകത്ത് 2 ഇയർ കോഴ്സ് NDC വേണം. ദെൻ അടുത്തത് ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ കേരള വാട്ടർ അതോറിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്നാണ് പോസ്റ്റ് പേര്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്താണ്? 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മുടെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ഇവിടുത്തെയും ക്വാളിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം SSLC ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് എന്തൊക്കെയാണ്? ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലോ സിമ്പിൾ ആയിട്ട് പറയുവാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം.